सवालों की इन नजर भरे नालों पे कर करो सवालों पे क्यों सितम है तेरा तेरे जाने वालों पे तरसती है निगाहें ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു യൂണിവേഴ്സിറ്റി വ്ളോഗാണ്. യൂണിവേഴ്സിറ്റി പ്ലസ് പി ജി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോകണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഉള്ള ദിവസമാണ്, ഇൻറ്റേർണൽ പ്രാക്ടിക്കൽസ് കിട്ടും. അപ്പം ഒരു ദിവസം 2 പ്രാക്ടിക്കൽ എക്സാമാണ്. അതിന് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് പോണതാണ്. ഹോൾ ടിക്കറ്റിലൊക്കെ 8:30 എക്സാം തുടങ്ങുമായിരുന്നു, പക്ഷെ നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് 9:30 നല്ല ഉറക്കക്ഷീണുണ്ട്. തലേ ദിവസമൊക്കെ ഫുള്ള് വേറെ നമുക്ക് തിയറി എക്സാംസ് ആയിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഞാൻ റെഡി ആവാൻ നിന്നിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു, എന്താ അറിയില്ല, എണീറ്റ് പോയതാണ്, അതിൻ്റെയാണ് ഒന്നാമത് ഉറക്കക്ഷീണം. അങ്ങനെ പിന്നെ ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ചിട്ട് പിന്നെ ഏത് ഡ്രസ്സ് ഇടണം എന്ന് ആലോചിച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ബുധനാഴ്ചയാണ് യൂണിഫോം ഇട്ടാൽ മതിയെന്ന്. അപ്പം മാഷാ അല്ലാഹ് ഞാൻ ഇങ്ങനെ എൻ്റെ സ്കിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. കുറേ ബെറ്ററായി, ഭയങ്കര എന്തൊക്കെയോ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ കുറേ ബെറ്ററായി വരുന്നുണ്ട്. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയർ ചെയ്തപ്പോൾ കറക്റ്റ് എൻ്റെ സ്കിന്ന് നല്ലൊരു കുട്ടിയാവും, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ഭയങ്കര മോശമായിരിക്കും. അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഉറക്കക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മറ്റേ ടിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫേസിൽ. അപ്പോഴാണ് ഞാൻ ആ ഒരു സംഭവം കണ്ടത്. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടിപ്പോയി. എനിക്ക് സങ്കടം. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു എന്താ പറയുക, ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ കോമ്പാക്റ്റ് ആയിരുന്നു, അടിപൊളി സാധനം. അത് അങ്ങോട്ട് പൊട്ടിപ്പോയാലും ഉള്ള കുറച്ച് പൊടി വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിടുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്. സൺസ്ക്രീൻ ഇട്ടാലും ഈ ഒരു കോമ്പാക്റ്റും കൂടെ ഇട്ട് എനിക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ആയല്ലോ എന്നുള്ളൊരു ധൈര്യമാണ്. അതങ്ങോട്ട് പൊട്ടിപ്പോയപ്പോൾ എനിക്ക് സങ്കടമായി. ഇനി വേറെ വാങ്ങണ്ടേ എന്നാലോചിച്ചിട്ടാണ് വലിയ സങ്കടം. പിന്നെ ഞാൻ നോർമലി ഇങ്ങനെ മാറ്റി ഒരുങ്ങി പോകുമ്പോൾ മാത്രമേ കണ്ണെഴുതലുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കണ്ണെഴുതലില്ല. പക്ഷെ ഇപ്പം ഞാൻ പിന്നെ കുറച്ച് പുറത്തൊക്കെ ആക്കിയിട്ടാണ് കണ്ണെഴുതൽ, ഉള്ളിൽ എഴുതാണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതായിട്ട് കുറക്കണ്ട, എന്തിനപ്പം അതായിട്ട് കുറക്കണം വെച്ചിട്ട് കുറച്ച് കണ്ണും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് കണ്ണെഴുതിയാലും എഴുതിയില്ലെങ്കിലും വലിയ വ്യത്യാസമില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എഴുതിയാൽ കുറച്ചൊരു മെച്ചമുണ്ടാവും. പിന്നെ എനിക്ക് എഴുതാൻ അറിയില്ല, അത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയോ കാട്ടിയിട്ടാണ് എഴുതുന്നത്. ഇത് പിന്നെ ഇങ്ങനെ ഒന്നുമില്ല, ഇത്ര വാലാക്കിയിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ. പിന്നെ അത് കുറച്ച് മായ്ച്ചിട്ട് രണ്ടും എന്തൊക്കെ ആക്കി എഴുതിപ്പോയി. പിന്നെ ക്ലാസ് പോയപ്പോൾ തന്നെ എല്ലാവരും എഴുതാണ്. ഞാൻ പറഞ്ഞില്ലേ 2 റെക്കോർഡ് ബുക്ക് ഉണ്ട്. 2 റെക്കോർഡ് ബുക്കിന് 2 പ്രാക്ടിക്കൽ ഉണ്ട്, അതിന് 2 റെക്കോർഡ് ബുക്ക് ഉണ്ട്. ഒരു മാമിൻ്റെയിൽ 2 കോമ്പോണൻസ് എഴുതാനുള്ളായിരുന്നു. ബാക്കി ഒരു മാമിൻ്റെയിൽ ടോട്ടൽ 11 എക്സ്പെരിമെൻറ്റ്സ് അഥവാ കോമ്പോണൻസ് എഴുതാണ്ടായിരുന്നു. പടച്ചോനെ എഴുതിയിട്ട് ഞാൻ പിന്നെ എഴുതി തീർത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കുത്തിർന്ന് എഴുതിയിട്ടില്ലായിരുന്നു, അത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പിക്ചേഴ്സ് കൊട്ടിച്ച് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏറെക്കുറെ. അപ്പം ബാക്കി കുറേ പേര് എഴുതാണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എഴുതി നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സുമഹാസിതേ എന്നും പറഞ്ഞ് പാടിയിരിക്കണതാണിത്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പം ഞാൻ അങ്ങനെ പാട്ട് പാടിയിരിക്കും. ഒരു പാട്ട് തൊള്ളേ കിട്ടിയാൽ പിന്നെ അത് തന്നെ ആയിരിക്കും, 2 വരി അറിയുള്ളൂ, എന്നാൽ അതന്നെ പാടിക്കൊണ്ട് എന്താണ് പറയാനുള്ളത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് പറയാനുള്ളത്? നമുക്കെല്ലാം സഹിക്കാം. ലൈക്ക് നിങ്ങളെ മനസ്സിലാക്കണം, കഷ്ടപ്പെട്ട് 3 മാസം പണിയെടുത്ത് ഇൻറ്റേൺഷിപ്പ് നോക്കി. അപ്പം ടീച്ചേഴ്സ് എന്ത് വിചാരിക്കണം, ഓക്കെ പാവം പിള്ളേരല്ലേ, കുറച്ച് എന്താ പറയുക ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഷ്ടപ്പെട്ടതല്ലേ, അവർക്ക് കുറച്ച് അസൈൻമെൻറ്റ് കൊടുക്കണം. ബാക്കി എല്ലാം സഹിക്കാം. ഇത് കഴിഞ്ഞ കുറച്ച് പേരുടെ അഹങ്കാരമാണ് സഹിക്കാൻ പറ്റാത്തത്. അഹങ്കരിക്കും, കാരണം ഞാൻ ഇതിലും കൂടുതൽ എഴുതാണ്. അപ്പോഴേ അവളോട് പറഞ്ഞു എഴുതാനുണ്ട് എന്നിട്ട് എഴുതാം. ഇപ്പം എങ്ങനെയുണ്ട്? എനിക്ക് ഇനി അത്രയും കൂടെ കുറച്ചും കൂടെ. പിന്നെ ബാക്കി കുറച്ച് മാമിൻ്റെ വായിലിരിക്കുന്നത് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. പിന്നെ എന്ത് എഴുതിയാലും എഴുതിയില്ലെങ്കിൽ വായിലിരിക്കാനാണ് നമ്മൾ കേട്ടത്. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് മാം ക്ലാസ്സിൽ വന്നു. വന്നപ്പോൾ മാം പറഞ്ഞു, ഞങ്ങളോട് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ ഓഫർ ലെറ്ററും സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മാം വന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു ടെൻഷനല്ല പ്രാക്ടിക്കലിൻ്റെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ റെക്കോർഡ് ബുക്കും കൊണ്ട് കയറിയപ്പം അതില്ലെങ്കിൽ പുറത്തിറങ്ങിക്കോ, ആബ്സെൻ്റ് എന്ന് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഓ വാവ്. അപ്പം ഇത്രയും ഇടങ്ങേറായി എഴുതിയ നമ്മൾ 2 പേപ്പർ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് കയറ്റിയില്ല. ഞങ്ങൾ മാം പിന്നെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ സംഭവം ആ പേപ്പറും ഈ ഒരു സബ്ജക്റ്റും തമ്മിലൊരു ബന്ധമില്ല, അത് വിചാരിച്ചിട്ട് കയറ്റില്ല, ആബ്സെൻറ്റ് മാർക്ക് ചെയ്യുന്നൊക്കെ. അങ്ങനെ പിന്നെ മാം എണീറ്റ് പോയി. അപ്പം എൻ്റെ എല്ലാവരുടെ കയ്യിലും ഓഫർ ലെറ്റർ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഹാർഡ് കോപ്പി ഇല്ല. പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കണമല്ലോ. അങ്ങനെ പിന്നെ അത് പോയി പ്രിൻ്റ് എടുത്ത് പിന്നെ മാം ഒരു 1 മണി ആ ഒരു ടൈം ആയപ്പോൾ തോന്നുന്നു, മാം ഒരു 1:30 ആയപ്പം റെക്കോർഡ് ബുക്ക് നോക്കി ആ ഓഫർ ലെറ്റർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു.
അത് പ്രിൻ്റ് എടുത്ത് കൊടുത്തു. അത് നോക്കി കുറച്ച് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയി. മീൻസ് വായിലിരിക്കുന്നത് ഞങ്ങൾക്ക് കേൾപ്പിച്ചിട്ട് പോയി. അങ്ങനെ ഇതിൽ രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ തല കറങ്ങണ്ടായിരുന്നു. ഒരു ഉച്ചര ആയല്ലോ, 2 മണി 3 മണി ആയിട്ടുണ്ട് ഈ ഒരു നേരം. അപ്പോഴാണ് ഒരു സ്മൂത്ത് വാങ്ങി കുടിച്ചത്. സത്യം പറഞ്ഞാൽ അപ്പോൾ മരുഭൂമിയിൽ വെള്ളം കിട്ടിയൊരു ഫീൽ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ അത് പറയണം. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത്തെ റെക്കോർഡ് ബുക്ക് ഞാൻ ആദ്യം ഓൾറെഡി 2 ദിവസം മുന്നേ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാം ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് മാം പോയി. അത് അത്രയേ ഉള്ളായിരുന്നു. ആ മാം പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഒരു പുറത്തോട്ട് നോക്കിയിരുന്നപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തു. ചെറിയൊരു മഴ 5 മിനിറ്റ് എങ്ങാണ്ട് പെയ്തിട്ടില്ലായിരുന്നു. പിന്നെ സംഭവമില്ല. സോ ഗൈസ്, നിങ്ങൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻ, എൻ്റെയിലൊക്കെ വെറൈറ്റി ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മാർക്ക്, പാമ്പും കോണി കളിക്കുന്നതിൽ പാമ്പിനെ പോലിട്ട് കൊടുത്തേക്കുന്നത്. ലോങ്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ വേൾഡ്. അത് എവിടെയാണ്? സൗപർണികാസ് റെക്കോർഡ് ബുക്ക്. 4 ഡേറ്റ് എഴുതാത്തതിനല്ല, പേജ് നമ്പർ എഴുതാൻ മറന്നതിനാണ് ഇത്ര. അത് സൗപർണിക അല്ല, അത് വേറെ ആരാണ്. അതില്ലാത്തൊരു ഇൻകംപ്ലീറ്റും എന്ത് ചെയ്യണം ഞങ്ങൾ? പറ, റിവ്യൂ പറ. ആ മാമിനെ പറ്റുന്ന നിങ്ങൾ വിചാരിക്കണം മനസാക്ഷി കുത്തില്ല, മനസാക്ഷി 80 പേജൊക്കെ എഴുതാന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പേജ് നമ്പർ ഇടാൻ മറന്നു പോകും. അത് നമ്മുടെ തെറ്റല്ല. നിങ്ങളിത് കാണണം. എനിക്ക് കരച്ചില്. ഇത് ഞാനൊരു ഈവനിങ് വ്ലോഗ് ഇട്ടിരുന്നു. അതിൽ ഫുൾ എഴുതുന്നതിനുണ്ട് എന്റെ കറക്റ്റ് കൈയിന്റെ കരച്ചില്. സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമം വരുന്നത്. എനിക്ക് കൈയൊക്കെ വേദനിച്ചിട്ടും വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ കരകേന ഈ സമയത്ത്. പിന്നെ എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ കരയുന്നില്ല. ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതാണല്ലോ നാലേക്കും എഴുതാൻ. പിന്നെ ഞങ്ങൾക്ക് ഇതും കൂടെ കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ഗൈസ്. സോ എൻ്റെ ബുക്കിലുണ്ട് കുറേ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു വട്ടിട്ട് സൈഡിൽ ക്വസ്റ്റ്യൻ മാർക്ക്, പിന്നെ കുറേ തെറ്റിടലൊക്കെ ആയിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഗോൾസും ഔട്ട്കമും മാറി. I feel like she likes marking red color in books. അത് എല്ലാ ടീച്ചേഴ്സും ഒരു give me that yeah, എല്ലാ ടീച്ചേഴ്സും ഒരു ടിക്കൊക്കെ ഇട്ടുള്ളൂ. ഇവിടെ 2 ടിക്കാണ്. ഇവിടെ 3 ടിക്കൊക്കെ ഉണ്ട് നേരമില്ലാത്ത നേരത്ത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. ദയാദാക്ഷിണ്യം. ഈ ഒരു ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തോരം പീഡനമാണ് ഇത്. So this is the basically what we are going through final days. സെമസ്റ്ററിന്റെ ഫൈനൽ ഡേയ്സ് ആവുമ്പോൾ ചെയ്യാനുള്ള ടൈം ഇല്ലാത്ത അങ്ങനെയല്ല. ഈ ഫൈനൽ എക്സാംസിന്റെ ബാക്കി, ഫൈനൽ എക്സാമിന്റെ മുമ്പുള്ള കുറച്ച് ദിവസത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? പറടാ. നമ്മൾ അത്രയും ദിവസം നടന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഫൈനൽ എക്സാം ഇനി ഓടാനും സാധ്യതയില്ല. ഇനി ഏറ്റവും ബെറ്റർ നമ്മളുടെ 20 സോ ഗൈസ്, ഇപ്പൊ നമ്മളുടെ ഏറെക്കുറെ കഴിഞ്ഞ്. ആഫ്റ്റർ സെമസ്റ്റർ പ്രാക്ടിക്കൽ വിൽ ബി ഫ്രീ. തിയറീസ് ആർ ഫൈൻ. കോഴ്സിന്റെ ഒരു പ്രത്യേക ഇതാണ്, ഒരു ഹോൾ സെമസ്റ്റർ ഒരു പണിയും കാണൂല. ലാസ്റ്റ് ഫുൾ പണിയോട് പണിയായിരിക്കും. ഗൈസ്, ഹോൾ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളാണ് ലാസ്റ്റ്. ഞങ്ങളും കൂടെ പോയിട്ട് ലിസ്റ്റ് ക്ലോസ് ചെയ്യാൻ നിൽക്കണം ആ ചേട്ടന്മാർ. അങ്ങനെ പിന്നെ 2 പ്രാക്ടിക്കലും കഴിഞ്ഞ് രണ്ടാമത്തെ സൗബിന് കുറച്ച് എഴുതാണ്ടായിരുന്നു. അതും കൂടെ എഴുതിയിട്ട് ഒരു 4:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത് തിരിച്ച്. തല ഇട്ട് തല്ലി ചത്തു. I missed you all guys. നമ്മൾ കുറേ ആയി കണ്ടിട്ട്. ഞാൻ എന്നെ തന്നെ കണ്ടിട്ട് വെൽക്കം ബാക്ക്. മഴ തൂറുന്നു ഗൈസ്, മഴ തൂറുന്നു. എൻ്റെ നമ്മുടെ അത്രയ്ക്ക് സഫർ ചെയ്തു ഗൈസ് ഇന്ന് ഞാൻ. നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഉടനീളം കാണാൻ പറ്റുമത്. അഭിനന്ദന ചെരാജ് വിളിക്കണ്ട. ഒന്നാമത് അസുഖം മഴ പാടും കുളിരായി വന്നതാരോ തെന്നലായി. ആ ഒരു കുഞ്ഞു ഷാളുണ്ട് പാടും.
അങ്ങനെ പിന്നെ മഴ പെയ്തപ്പോൾ സൗബിന് ഓൾറെഡി പനിയാണ്, ഇനിയും മഴ കൊണ്ട് പനിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് സൈഡിൽ നിന്നു. അങ്ങനെ സൈഡിൽ നിന്നപ്പോഴാണ് ഓർമ്മ വന്നത് സൗബിൻ്റെ ചാർജർ നിഖത്ത് മേടിച്ചിട്ട് ഓള് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഓളയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ചാർജറിന് വേണ്ടിയിട്ട്. പിന്നെ പോണ വഴിക്ക് നല്ല മഴയത്ത് നല്ല പാനിപ്പൂരി കഴിക്കാൻ തോന്നിയപ്പോൾ വഴിയിൽ ഞങ്ങൾ നിന്നിട്ട് പാനിപ്പൂരി രണ്ട് പാനിപ്പൂരിയും കൂടി വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറേ ഞാൻ പാനിപ്പൂരി തിന്നിട്ട് അപ്പോൾ എനിക്കൊരു പൂതി. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി തിന്ന് ലാസ്റ്റ് അതിൻ്റെ ആ ഒരു വെള്ളം കൂടെ കുടിച്ചപ്പോൾ സമാധാനമായി. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഇനി നേരെ റൂമിൽ പോകണം. എനിക്ക് എൻ്റെ പ്ലാനിൽ ഇത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം എനിക്ക് എൻ്റെ ഡിസർട്ടേഷൻ ഉണ്ടല്ലോ, റിസർച്ച് പേപ്പർ, അതിൻ്റെ പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതി ഞാൻ നേരെ പിന്നെ റൂമിൽ പോയി.